ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷവും ജനറൽ പ്രേമോ ഒക്കെ കണ്ടു കാണൂല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോവുക. ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല, ആ ഒരു ഓട്ടോയിൽ വന്ന ഒരാൾ ഇറങ്ങുകയാണ്. അതാരാണ് ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്? പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര നോക്കി ഓട്ടോയിൽ ആരാണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ആ ഒരു ഭാഗം കൊണ്ട് അവസാനിച്ചു. ആ ഓട്ടോയിൽ വേറെ ആരുമല്ല, ഒരു ബ്രോക്കറാണ് കേട്ടോ വരുന്നത്. ഒരു ബ്രോക്കർ ഒരു വിവാഹാലോചനയും കൊണ്ട് വരികയാണ് നമ്മുടെ ശ്രുതിക്ക്. അങ്ങനെ അയാൾ മുറ്റത്ത് വന്ന് ഇറങ്ങിയതും നമ്മുടെ ചന്ദ്ര ഇതാരാ, കയറി വാ എന്നിങ്ങനെ വിളിക്കുന്നു. അപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, നമ്മുടെ രവീന്ദ്രനും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അകത്ത് കയറി വന്നതും നമ്മുടെ ചന്ദ്ര കയറി വന്നിരിക്കുക, ഞാൻ പറഞ്ഞ കാര്യം ഏതായാലും റെഡിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, എന്നോടൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഞാൻ റെഡിയാക്കി കൊടുക്കും. അതാർക്കാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും. നിങ്ങൾക്ക് പറ്റിയ ഒരു പെൺകൊച്ചു വന്നിട്ടുണ്ട്, കോടീശ്വരിയിൽ കോടീശ്വരി എന്ന് തന്നെ വേണം പറയാൻ. കോടീശ്വരിയാണോ? അതേന്നേ, ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ള കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാ, ഏതായാലും ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു. ഇതൊക്കെ നമ്മുടെ സച്ചിയും രേവതിയും രവീന്ദ്രനിൽ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോ കണ്ടതും ഈ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ മകൻ്റെ അത്ര ഒന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല, എടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് ഒരു എന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു ഫോട്ടോ നോക്കിയിട്ടുള്ള അഭിപ്രായമൊക്കെ, കാരണം വലിയൊരു കരട് കിടക്കുകയാണ്. എന്നിട്ടും അതൊന്നും കാണാതെയാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകുന്നതെന്ന് ഓർത്തോണം. അങ്ങനെ ആ ഒരു ഫോട്ടോ കണ്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചന്ദ്ര പറഞ്ഞു, നോക്കിക്കേ, നല്ല പെങ്കൊച്ചല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് ഈ വിവാഹാലോചന അങ്ങ് നടത്തിയാലോ. നടത്തുന്നതായിരിക്കും നല്ലത്. കാരണമേ ഇപ്പം പിടിച്ചതാ, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ചെക്കന്മാർ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ, പിന്നെ അത് നടത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ബ്രോക്കറാണെങ്കിലും ആരാണെങ്കിലും ആ കാര്യം ഞാൻ പറയും എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പോഴേക്കും ബ്രോക്കർ ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ, എന്ത് കാര്യം സാറിന് പറയാനുള്ളത്? ഇവന് ജോലിയും വേലയും കൂലിയും ഒന്നും ഇല്ലയെന്ന് അറിയാലോ. അതെന്തു വർത്താനാ സാറേ പറയുന്നത്? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ആ വീട്ടുകാർ സമ്മതിച്ചത്. ഇതെല്ലാം അറിഞ്ഞിട്ടോ? ആ സുധി എന്ന് പറയുന്ന പയ്യനില്ലേ, ആ പയ്യൻ ആദ്യം ഒരു വിവാഹം കഴിക്കാൻ തുടങ്ങിയെന്നും ആ പെണ്ണിനെ വേണ്ട എന്ന് വെച്ചിട്ട് അവൻ നാട് വിട്ടുവെന്നും സഹിതം ആ വീട്ടുകാരറിഞ്ഞു. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടിട്ടോ. എൻ്റെ മോൻ നാട് വിട്ടു എന്ന് ആരാ പറഞ്ഞത്? എൻ്റെ മോൻ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് എല്ലാവരും കൂടെ നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ മോൻ വേണ്ടാന്ന് പറഞ്ഞു, അല്ലാതെ എൻ്റെ മോൻ നാട് വിട്ടതൊന്നും അല്ല, വിട്ടതൊന്നും അല്ല. അതൊക്കെ എനിക്കറിയാം സാറേ, എങ്കിലും ഞാൻ പറയാനുള്ളത് പറയണമല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നിട്ടോ, ഏതായാലും എല്ലാം അറിഞ്ഞിട്ടും സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിലെന്തോ ഇത് ഉണ്ടല്ലോ. എന്താ ബ്രോക്കറെ, എന്താ പ്രശ്നം? പെണ്ണിന് വല്ല മുടന്തോ ഞൊണ്ടോ എന്താ വല്ല പ്രശ്നമുണ്ടോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അറിഞ്ഞിട്ട് ഒരാൾ വിവാഹം കഴിക്കാൻ വരണമെങ്കിലേ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ, അതാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പെണ്ണിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, പെണ്ണ് ഡീസൻ്റാ, നല്ല സുന്ദരി പെണ്ണ്, അത് നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഒരു ചെറിയ പ്രശ്നമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ചന്ദ്ര ഒന്ന് ഞെട്ടിയിട്ടോ. എന്തു പ്രശ്നമോ പെണ്ണിനുള്ളത്? അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ലെന്ന് ഈ കാലത്ത്. എന്ത് പ്രശ്നമാണുള്ളതെന്ന് വെച്ചാൽ താനത് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, ബ്രോക്കർക്കൊരു അടിപൊളി ചായയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ചന്ദ്ര. ഏതായാലും നല്ലൊരു വിവാഹാലോചന കൊണ്ടുവന്നതല്ലേ. അപ്പം നമ്മുടെ രേവതി ആ ഒരു ചായ ഇടാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പെണ്ണിൻ്റെ കുഴപ്പമൊക്കെ പറയാൻ പോകുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു, വേറൊരു പ്രശ്നവും ഇല്ല, ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പെണ്ണേ ഒന്ന് ഒളിച്ചോടി പോയതാ, അതിലൊരു കൊച്ചുണ്ട്. ഈ ഒളിച്ചോടിപ്പോയ ആൾ സത്യത്തിലേ മരിച്ചുപോയി. നല്ല ജീവിതമായിരുന്നേ, നല്ലപോലെ ജീവിച്ചുകൊണ്ടിരുന്ന. പക്ഷേ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരിച്ചത്. ഇപ്പം വേറെ ഒരു പ്രശ്നമില്ല, മണി പോലത്തെ പെണ്ണാ. പിന്നെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ അവരിങ്ങോട്ടൊന്നും തന്നു വിടാൻ പോകുന്നില്ല, അത് ആ പെണ്ണിൻ്റെ വീട്ടിൽ വളർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എണീക്കടോ, നിന്നോടാ പറഞ്ഞ് അവിടെ നിന്ന് എണീക്കാൻ. പെട്ടെന്ന് ബ്രോക്കർ അങ്ങ് എണീറ്റു. ചന്ദ്രയുടെ സ്വഭാവം അങ്ങ് മാറി. അല്ല, ഒരു കൊച്ചുള്ളൊരു പെണ്ണിനെ എൻ്റെ മോൻ ആലോചിച്ചുകൊണ്ട് വരാനേ നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിനു മാത്രം പ്രശ്നമൊന്നും എൻ്റെ പയ്യനില്ല. അവനെ ഒന്നാന്തരം നല്ല
ഡിഗ്രി ഉള്ളവനാ, അതും 3 ഡിഗ്രി. എന്നിട്ട് അവനെ ആലോചിച്ചുകൊണ്ട് വന്നേക്കുന്ന പെണ്ണിന് ഒരു കൊച്ചുണ്ട് പോലും. നിങ്ങൾക്ക് നാണമില്ലേ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു വിവാഹാലോചന പറയാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഇവിടുത്തെ പയ്യൻ്റെ കുറവനുസരിച്ച് ഇത് കിട്ടി തന്നെ ഭാഗ്യമൊന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. എടോ എന്താടോ എൻ്റെ കൊച്ചിന് ഇത്ര കുറവ്? എൻ്റെ കൊച്ചിന് ഒരു കുറവുമില്ല. അവന് ഇഷ്ടമില്ലാത്തൊരു വിവാഹം അവന് അന്തസ്സായിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയതേ അതൊരു കുറവായിട്ടേ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, ഇറങ്ങിപ്പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഏതായാലും ചേട്ടാ കൊള്ളാം കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞതൊക്കെ അത് വളരെയധികം ശരിയാ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാകണ്ടേ. അത് 1 കുറവല്ല, 2 കുറവല്ല, 3 കുറവല്ല, എത്ര കുറവാന്ന് പറഞ്ഞാലും ഇവിടെയുള്ളവർക്കേ വിവരവും ബോധവും ഒന്നുമില്ല. ദേ ഇത് പോയാൽ മറ്റൊന്നിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. ദേ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവന് ആ വലിയ കുറവുള്ളപ്പം എവിടെന്നെങ്കിലും പെണ്ണ് കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം അതേ മോനെ എനിക്കും തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം തപ്പിപ്പിറക്കി ഒരു പെണ്ണിനെ കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾക്ക് എവിടെയും ഇല്ലാത്ത ഡിമാൻഡ്. ദേ നാട്ടിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നേ നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കും. പക്ഷേ വിവാഹം കഴിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിട്ടേ വരത്തുള്ളൂ. എനിക്കൊന്ന് കാണണം, ഇവൻ എവിടെ നിന്ന് പെണ്ണ് കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞു ബ്രോക്കർ. അപ്പോഴത്തേക്കും നിന്നോടാ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ, എൻ്റെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറങ്ങിപ്പോക്കോണം, ഇനി മേലാൽ ഈ വഴി കണ്ടുപോരില്ലെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും ആ ബ്രോക്കർ അങ്ങ് ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചായയും കൊണ്ട് വന്നിട്ട് അപ്പോൾ പിന്നെ ചായ ആർക്ക് കൊടുക്കും? ചായ കുടിച്ചിട്ട് അയാളോട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തടി നിൻ്റെ അധിക പ്രസംഗം, നീ മനഃപൂർവ്വം ആക്കുന്നതാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചു പറഞ്ഞു വെറുതെ ഒരു ചായ ഇട്ട് വേസ്റ്റാക്കി കളയണോ രേവതി, ആ ചായ ഇങ്ങ് തന്നെ ഞാൻ കുടിക്കാം. എന്തൊരു ടേസ്റ്റ്, വല്ലാത്ത ടേസ്റ്റ്. ഏതായാലും ഈ അവസരത്തിൽ കുടിക്കാൻ പറ്റിയ ചായയാണ് കേട്ടോ. ഏതായാലും ഞാൻ ഈ ചായ അങ്ങ് കുടിച്ചേ ഈ അവസരം അങ്ങ് ആസ്വദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതിങ്ങനെ കുടിക്കുകയാണ്. ഏതായാലും നമ്മുടെ ചന്ദ്ര അവിടെയും തകർന്നു പോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു രവീന്ദ്രൻ, എന്തിനാടി നീ വെറുതെ നിൻ്റെ പല്ലിൻ്റെ ഇട തന്നെ കുത്തി മണപ്പിക്കുന്നത്? അവനിപ്പം വിവാഹമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞങ്ങ് പോട്ടെ. ഏത് മുറിവാണെങ്കിലും അത് പതുക്കെ ഉണങ്ങും, അതിന് ഉണങ്ങാനൊരവസരം കൊടുക്ക്. അല്ലാതെ അത് കിള്ളി വീണ്ടും അത് വ്രണപ്പെടുത്തുന്നത് നീയാ. നിൻ്റെ മകൻ്റെ ഭാവി നശിപ്പിക്കുന്നത് നീ തന്നെയാണ് ചന്ദ്ര എന്ന് പറയുമ്പം എൻ്റെ മകനെക്കുറിച്ച് ആരും ഒന്നും പറയാനൊന്നും വരണ്ട. എൻ്റെ മകൻ്റെ എങ്ങനെ വിവാഹം കഴിക്കണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇതിനി ഇവിടെ വലിയ പ്രശ്നമാക്കണ്ട, എൻ്റെ മോനോട് ഇത് പറയാനും നിൽക്കണ്ട, അവൻ്റെ മനസ്സ് തകർന്നു പോകും ചിലപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയകത്ത് പോയി. അപ്പോഴത്തേക്കും സച്ചി ആയിക്കോട്ടെ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്കും ചെറിയൊരു ചിരിയൊക്കെ വന്നു ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും പരാതിയും പരിഭവവും സങ്കടമൊക്കെ ഉണ്ട് ഇറക്കി വെക്കുന്ന ഭാമയുടെ അടുത്താണല്ലോ നമ്മുടെ ചന്ദ്ര. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ എൻ്റെ മോനൊരു വിവാഹം, അത് ശരിയാവുന്നില്ലല്ലോ ഭാമേ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആരാണ് വെളിയിൽ വന്നത്? ശ്രുതി വെളിയിൽ വന്നിട്ട് ഇതൊക്കെ നിന്ന് ഒളിഞ്ഞു കേട്ടു കേട്ടോ. അപ്പോൾ ഏതായാലും മനസ്സിലായി ഈ സമയമാണ് പറ്റിയ അവസരം, ഈ അവസരം ഞാൻ മുതലെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതെനിക്ക് മിസ്സാകുമെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് നേരെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വിളിക്കുമ്പം നീ എൻ്റെ അച്ഛനാന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പുറന്ന് കൂട്ടുകാരി ചോദിച്ചു, ഡ്രാമയാണല്ലേ, ഏതായാലും ഓക്കെ ഡ്രാമ ഞാൻ തകർത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി ചെന്നു. മേഡം എന്നൊക്കെ വിളിച്ചിട്ട് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് മേഡം ഞാൻ കുറച്ച് ലേറ്റായി പോയല്ലേ, എനിക്ക് വേറെ കുറച്ച് സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മേഡം വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രനെ കുറച്ച് സോപ്പൊക്കെ ഇടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, അതെ എനിക്ക് മോള് ഇപ്പം പതുക്കെ തിരുമ്മി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് തിരുമ്മി കൊടുക്കാൻ പറഞ്ഞ് ചന്ദ്രയ്ക്കിനെ ഇങ്ങനെ തിരുമുകയാണ്. ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ തിരുമ്മി ഒരു പരിധിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് തിരുമിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കോൾ എടുത്തു. അപ്പം ഡാഡി എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഡാഡിയുടെ ഒന്നും വേണ്ട, സ്വത്തോ പണമോ എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വരുവോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അപ്പോൾ കോടികളുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ, എങ്കിൽ ഇവളെ ഒന്ന് പിടിച്ചാൽ കൊള്ളാലോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര മനസ്സിലിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ചോദിച്ചു, മോളെന്താ ഡാഡി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ പൊന്ന് മേഡം, എനിക്ക് സ്വത്തിനോടോ പണത്തിനോടോ ഒന്നും ആവശ്യമില്ല, എന്നെ സ്വതന്ത്രമായിട്ടൊന്ന് വിട്ടാൽ മതി. അച്ഛനാണെങ്കിലേ എൻ്റെ ഡാഡിക്കാണെങ്കിലേ
500 കോടിയുടെ സ്വത്തുണ്ട്. അതൊക്കെ ഇപ്പം അനാഥാലയത്തിൽ എഴുതി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അനാഥാലയത്തിനോ? അതെന്തിനാ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയരുത് മോളെ. മോൾക്കുള്ള സ്വത്തല്ലേ, മോളുടെ ഡാഡിയുടെ അല്ലേ, അത് മോളുടെ പേരിൽ എഴുതണം. ഏതായാലും ഡാഡി അത് മുഴുവൻ എൻ്റെ പേരിൽ തന്നെ എഴുതി വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡാഡിയുടെ ആ ഒരു അഭിപ്രായത്തോടും ഡാഡിയോടും എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, മോൾ എന്തിനാ വിഷമിക്കുന്നത്? മോൾക്ക് ആരും ഇല്ലെന്നൊന്നും മോള് വിചാരിക്കേണ്ട. മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മോള് മനസ്സ് തുറന്ന് പറയുമോ? മോൾക്ക് എൻ്റെ ശ്രുതിനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇത് കേട്ടതും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ലഡു പൊട്ടി. എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ പര കൂടുതൽ എന്ത് വേണം? താന് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യങ്ങളൊക്കെ എടുത്തിട്ടത്. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് അത് പിന്നെ മേഡം, അതെ, ഇനി മേഡം എന്നൊന്നും എന്നെ വിളിക്കരുത്, എന്നെ ആൻറ്റീന്ന് വിളിച്ചോളാൻ പറഞ്ഞില്ലേ? എനിക്കൊരാഗ്രഹമുണ്ട്, മോളെ കണ്ടപ്പോൾ മുതൽ തോന്നിയതാ. അപ്പം ഭാമ തൊട്ടടുത്ത് നിന്ന് ആലോചിക്കുക, ഇവളാൾ കൊള്ളാലോ, കോടികളുടെ സ്വത്തെന്ന് കേട്ടപ്പോൾ അവട്ടെ അവൾ വീടാണല്ലോ എന്ന് ഭാമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എനിക്കിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി കൂട്ടുകാരിയോടൊക്കെ ചെന്ന് സംസാരിച്ചു. കൂട്ടുകാരിയോട് പറഞ്ഞു, ഏതായാലും പറ്റിയൊരു ചാൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് അപ്പം തന്നെ പറയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വെയിറ്റ് ഇല്ലല്ലോ, ഏതായാലും ആലോചിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു, അതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ ഭാമയ്ക്കല്ല, ശ്രുതിക്ക് അതൊരു വലിയ സന്തോഷമാവുകയാണ്. കാരണം ശ്രുതി എസ് എന്ന് പറയുമല്ലോ. അപ്പം നമ്മുടെ ശ്രുതി ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മ സമ്മതിക്കണമല്ലോ. യഥാർത്ഥത്തിൽ ഒരു അമ്മയുണ്ടല്ലോ നമ്മുടെ ശ്രുതിക്ക്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ ഇത് അമ്മേനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? അല്ല, വിവാഹത്തിന് അമ്മയില്ലാതെ, അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ അതൊക്കെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ടേ, നമുക്ക് വീട് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ശ്രുതിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അല്ല, ശ്രുതി കൂട്ടുകാരിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. ആ സീനെന്ന് പറഞ്ഞാൽ ഒരു 1.5 സീനാണ്, വേറെ ഒന്നുമല്ല. അവിടെ എല്ലാ സത്യങ്ങളും പ്രേക്ഷകരായി നമുക്കും മനസ്സിലാവുകയാണ്. നമ്മുടെ ശ്രുതിക്ക് ഒരു കുട്ടിയുണ്ട്. ശ്രുതിനെ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. അതൊരു 18ാമത്തെ വയസ്സിലെ വിവാഹമായിരുന്നു. അന്നൊരു പ്രായമായ ഒരാളുടെ കൂടെയാണ് അമ്മ നിവൃത്തിയില്ലാഞ്ഞിട്ട് വിവാഹം കഴിച്ചു വിട്ടത്. അതിലൊരു കുട്ടിയുണ്ട്, പക്ഷേ അയാൾ മരിച്ചുപോയി. ഇപ്പം ആ കുട്ടി ആ വീട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ ആ കുട്ടി ഈ ശ്രുതിനെ ചേച്ചി എന്നാട്ടോ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ അമ്മ ചോദിച്ചു, വിവരം അറിഞ്ഞപ്പോൾ മോളിത് ഈ കാര്യം പറഞ്ഞോ, മോളൊന്ന് വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ, അത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പം അമ്മ ഇതിൽ കൂടുതൽ ഇടപെടുകയൊന്നും വേണ്ട, അമ്മയോട് ഞാൻ വിവാഹകാര്യം പറഞ്ഞത് തന്നെ അമ്മയുടെ ഒരു സമ്മതം വേണം, അതിനുവേണ്ടി മാത്രമാണ്, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളയണമെന്നാണോ അമ്മ ഈ പറയുന്നത്? ഏതായാലും ഒരു ജീവിതം എനിക്ക് കിട്ടാൻ പോവുമല്ലേ എന്ന് പറഞ്ഞപ്പം അല്ല മോളെ, സത്യം പോലെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ വേണ്ട, അതൊരിക്കലും വേണ്ട, അത് നടക്കില്ല. അല്ല, പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതറിയാനൊന്നും പോകുന്നില്ല, അമ്മ ഒന്ന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അമ്മയുടെ സമ്മതം മേടിക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞുണ്ട്. ശ്രുതിക്ക് കുഞ്ഞിനോട് സ്നേഹമൊക്കെ ഉണ്ട്. കുഞ്ഞിന് കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കുഞ്ഞിനും ശ്രുതിയോട് നല്ല സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അതായത് ശ്രുതിയുടെ അനിയനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അത് സ്വന്തം കുഞ്ഞാണെന്ന് ആർക്കും അറിയില്ല. ഏതായാലും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോരുകയാണ്. അവിടെ നിന്ന് പോരുന്ന ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഭാമേനെയും കൂട്ടി വരുന്നു. അങ്ങനെ ചന്ദ്രയുടെ വീട്ടിൽ വരുമ്പോൾ ചന്ദ്രയോട് വാക്ക് കൊടുക്കുകയാണ്, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ്, അമ്മയുടെ മരുമകളാകാൻ എനിക്ക് സമ്മതമാണ് എന്ന് അവിടെ വെച്ച് സമ്മതം കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ചന്ദ്രയുടെ വീട്ടിലാട്ടോ നമ്മുടെ ശ്രുതി വരുന്നത് ഭാമയുടെ കൂടെ. അങ്ങനെ അവിടെയുള്ള എല്ലാവരും അറിയുകയാണ്, രേവതിയും നമ്മുടെ രവീന്ദ്രനൊക്കെ അറിയുകയാണ് ശ്രുതിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന പെണ്ണാണെന്നും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രന് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മോളുടെ അച്ഛന് അമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ മോളുടെ അച്ഛൻ എവിടെയാണ് ജോലി എന്നൊക്കെ ചോദിച്ചപ്പം ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ശ്രുതി കേട്ടോ. പക്ഷേ രവീന്ദ്രൻ അവിടെ വലിയൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുമുണ്ട്, നമ്മളിങ്ങനെ എടുത്തു ചാടിയൊന്നും വിവാഹം കഴിക്കുന്നത് ശരിയല്ല, അവളുടെ അച്ഛന് അവളുടെ മാതാപിതാക്കളല്ലേ ഇവിടെ വന്ന് തീരുമാനിക്കേണ്ടത്, ആ പെൺകുട്ടി മാത്രമല്ലേ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അവളുടെ അച്ഛൻ അങ്ങ് പുറത്തല്ലേ, അപ്പം പിന്നെ എങ്ങനെ ഇപ്പം വന്ന് ആലോചിക്കുന്നത്, എങ്കിൽ പിന്നെ ഫോൺ വിളിച്ചൂടെ? ആ ഫോണൊക്കെ വിളിച്ചോളും, അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് രവിയേട്ട പിന്നെ വേറൊന്നുമല്ല, അവളുടെ അച്ഛൻ ഒരു 2ാം വിവാഹം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് ആ കുട്ടിയുടെ ഏക പോരായ്മ എന്ന് പറയുന്നത്. വേറൊരു പോരായ്മയൊന്നുമില്ല, കോടീശ്വരിയും തന്നെയാണ്, അവൾക്ക് ഒത്തിരി സ്വത്തും
എന്തുകൊണ്ട് അവരുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചെങ്കിലും അതിൽ മക്കളൊന്നുമില്ല, ഇവൾ മാത്രമേ ഉള്ളൂ, ഇവൾക്ക് ആ സ്വത്ത് മുഴുവനും കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതിക്കും സന്തോഷമായിരിക്കുകയാണ്, ശ്രുതിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും വിവാഹം അവിടെ വെച്ച് വാക്കാൽ ഉറപ്പിക്കുകയാണ് ചന്ദ്ര. അപ്പോൾ നമ്മുടെ രേവതിയൊക്കെ ഉണ്ട് കേട്ടോ, സച്ചി ഇല്ല കേട്ടോ, രേവതിയൊക്കെ ഉണ്ട്. അപ്പോൾ രേവതിനെ ആദ്യമേ കണ്ടപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ ശ്രുതിക്ക്, വീട്ടിലെ വേലക്കാരിയാണെന്നും പറഞ്ഞ് ആദ്യം ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ രേവതിനെ. അത് കഴിഞ്ഞപ്പോഴാണ് ഭാമ പറഞ്ഞത് ഈ വീട്ടിലെ മരുമകളാണെന്ന്. എന്നിട്ട് പോയി സോറി പറയുകയും ചെയ്തു കേട്ടോ. നമ്മുടെ രേവതിയോട് ശ്രുതി സോറി പറയുകയും ചെയ്തു. പക്ഷേ ശ്രുതി ആരാണ് മോള് എന്ന് ഇനി വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. നമ്മുടെ ശ്രുതി ചില്ലറപ്പണിയല്ല രേവതിക്ക് കൊടുക്കാൻ പോകുന്നത്. ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടെ ചേർന്ന് നമ്മുടെ രേവതിയുടെ തല കടിച്ച് തിന്നാൻ പോകുന്ന ഭാഗങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു വിശേഷമാണ് നമുക്ക് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രമോ വിശേഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടിയെന്ന് തോന്നുന്നു, കുറച്ചേറെ പറയാനുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഷോർട്ടാക്കിയിട്ട് കുറേശ്ശെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ഇനിയിപ്പം നമുക്ക് നാളെ എപ്പിസോഡില്ല, തിങ്കളാഴ്ച ഉള്ളൂ. അപ്പം തിങ്കളാഴ്ച നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് അതായത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ പുതിയ ചാനലായ അല്ലൂസ് വേൾഡിൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിലൊക്കെ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ കുറച്ച് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. ഇപ്പം വലിയ രീതിയിൽ എനിക്കൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ചെറിയ രീതിയിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, നെഗറ്റീവ് ഉണ്ടെങ്കിലും പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഞാൻ അതനുസരിച്ച് നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പിന്നെ നമ്മുടെ വ്ളോഗിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറന്നുപോയി എപ്പോഴും പറയാൻ. കമൻറ്റ് ബോക്സിൽ വ്ളോഗ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും നമ്മുടെ വ്ളോഗ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.